ഉയരുകയും അവർക്ക് പിന്തുണയേറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ വയലാർ അന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആയുധം, നിങ്ങള് ഗുരു എന്ന സിനിമ കണ്ടിട്ടുണ്ടാകും. ആ സിനിമയിൽ ഒരു ദ്വീപിൽ എല്ലാവരും അന്ധന്മാരാണ്. ആ അന്ധന്മാരുടെ നാട്ടിലേക്ക് പുറത്തുനിന്നൊരാൾ പോവുകയാണ്. അയാളെയും ആ അന്ധനാവാനുള്ള കാരണം അയാളെയും ബാധിക്കും. അന്ധനാവുന്നത് അവിടുത്തെ തറവാട്ടിലുള്ള ദ്വീപിലുള്ള മുഴുവൻ ആളുകളും ഒരു വിശ്വാസം ജനിച്ച ഉടനെ എല്ലാവർക്കും ഇലാമപ്പഴം കഴിക്കണം. ആ ഇലാമപ്പഴം കഴിക്കും. സത്യത്തിൽ ഒരു കുട്ടിക്കും അന്ധതയില്ല, എല്ലാ കുട്ടികൾക്കും കാഴ്ചയുണ്ട്. പക്ഷെ എനിക്ക് കാഴ്ചയുണ്ട്, എനിക്ക് ഇലാമപ്പഴം വേണ്ട എന്ന് പറയുന്നതിന് മുമ്പ് ആ കുട്ടിയെ ഈ ഇലാമപ്പഴം കഴിപ്പിക്കുക. അതാണിപ്പോ നമ്മുടെ രാജ്യത്ത് മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ അറിയാൻ താല്പര്യമാകുന്നതിന് മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ മതത്തിന്റെയും ദൈവവിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും അടിമയാക്കുക. അവൻ അറിയില്ലല്ലോ ഇത് ശരിയോ തെറ്റോ എന്ന്. അവൻ വളർന്നു വന്ന് അവന്റെ സ്വന്തം ബുദ്ധി വളരുമ്പോഴേക്കും അവൻ അതിന്റെ അന്ധന് ഈ ഇലാമപ്പഴം കഴിച്ച് അന്ധനായിട്ടില്ല. അവിടെയാണ് പോയിട്ട് ഈ ഇലാമപ്പഴമാണ് അന്ധതയുണ്ടാക്കുന്നത് എന്ന് ഒരാൾ പുറത്തുനിന്നൊരു ഗുരു പോയി പറയുന്നു. അവിടെ ഇലാമപ്പഴത്തിനകത്തുള്ള കുരുവുണ്ട്, അത് വിഷമാണ്. ആ വിഷം കഴിക്കരുത്, അത് കഴിച്ചവരെ ഒന്നും ശിക്ഷിക്കില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഗുരു കണ്ടെത്തുകയാണ് ഇലാമപ്പഴമാണ് അന്ധതയുണ്ടാക്കുന്നത്, അതിനുള്ള മരുന്ന് അതിന്റെ കുരുവാണ്. പക്ഷെ ആ കുരു ഉപയോഗിക്കാൻ അനുവാദമില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളുമായിട്ട് ഈ സിനിമാ കഥയെ കണക്ട് ചെയ്യാം. ചെറിയ പ്രായത്തിൽ തന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാകുന്ന മതബോധമാകുന്ന ഇലാമപ്പഴം കഴിച്ച് അന്ധരായി തീർന്നിരിക്കുന്ന മുമുക്ഷുവായാൽ രക്ഷപ്പെട്ടു. ജിജ്ഞാസുവാവണ്ട, ലോകത്തിന്റെ അവസാനം ദൈവമാണ്. അതുകൊണ്ട് ഹര ഹര ശിവ ശിവ എന്നൊരു നാമം ചൊല്ലേട, പമരനെ ഉനക്കതിൽ പാരമന്നേട, യമൻ വന്നാൽ കൊല്ലാത്തവൻ വിടമാട്ട, സാമ്പ ശിവദാസൻ എന്നാൽ തൊടമാട്ട. ഹര ഹര ശിവ ശിവ എന്ന് ചൊല്ല്. ഹേ വിഡ്ഢി, നിനക്കതിൽ പാരം നഷ്ടമെന്തടാ. യമൻ കാലം വരും, കൊല്ലാത്തവനാണ്, വിടമാട്ടെ. എന്നാ ശിവഭക്തനാണെങ്കിൽ തൊടമാട്ടെ, നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ട് ജിജ്ഞാസുവാവണ്ട. ഞങ്ങൾ സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞ സത്യം പുസ്തകങ്ങളിലുണ്ട്. അതിനപ്പുറത്തൊരു സത്യമില്ല. അതുകൊണ്ട് അതിനപ്പുറത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. ചിന്തകൾക്ക് പുഷ്ടപ്പെടുക. അനന്തമായിട്ട് നീണ്ടു പോകുന്ന ചിന്ത, ആ ചിന്തയുടെ മേലെ മഹാവിഷ്ണുവിനെ കടത്തി, അനന്തന്റെ മേലെ മഹാവിഷ്ണുവിനെ കടത്തി. എന്നിട്ട് പറഞ്ഞു അനന്തത പാമ്പാണ്, അനന്തൻ പാമ്പാണ്, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ട് അനന്തന്റെ മേലെയുള്ളത് ദൈവമാണ്, അതിനപ്പുറത്തൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പുഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്ത് നിർത്തി, അവനെ മോക്ഷമാക്കി. മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു മുന്നോട്ട് കൊണ്ടുപോയി. ആ മുന്നോട്ട് കൊണ്ടുപോയ മനുഷ്യൻ, അന്ധന്മാരായിരിക്കുന്ന മനുഷ്യർക്ക് ഈ പൗരോഹിത്യ മതം മറച്ചുവെച്ച, ഊണൂരിട്ട് കുടുക്കിവെച്ച ദർശനങ്ങളുണ്ട്. അതിലൊന്ന് അദ്വൈതമാണ്. അദ്വൈതം ഈ പ്രപഞ്ചത്തിൽ ജീവാത്മാവും പരമാത്മാവും വേറെയില്ല, മതങ്ങൾ വേറെയില്ല, ക്രിസ്ത്യാനി മുസ്ലിം രണ്ടില്ല, പ്രപഞ്ചവും മനുഷ്യരും രണ്ടില്ല, എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന അദ്വൈത ദർശനത്തെ ഊണൂലിട്ടിട്ട് അത് വിശിഷ്ടാദ്വൈതമാക്കിയിട്ട് അത് മേൽജാതിയുടെ പൈതൃകമാക്കിയിട്ട് സാധാരണ മനുഷ്യരെ, ടെക്നോക്രാറ്റുകളായ ശില്പികളെ, കുശവന്മാരെ, കുമ്പാരന്മാരെ, ചിത്രകാരന്മാരെ, നല്ല പണിയാണികളെ, നല്ല മരപ്പണിക്കാരെ, നല്ല തച്ചുശാസ്ത്ര വിദഗ്ധന്മാരെ, അവരെയെല്ലാം ജാതിയിൽ താണവരാണെന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയിട്ട് സുഖലോലുപത, അറിവിന്റെ പേരിൽ, ഭൂമിയുടെ പേരിൽ ഇവരെയൊക്കെ അകറ്റി വാഴുന്ന ജന്മിമാരുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് കവിത, അതിനു വേണ്ടിയിട്ടുള്ളതാണ് കാവ്യമെന്ന് ധരിപ്പിച്ചിട്ട് ഇവിടുത്തെ മനുഷ്യരെ ആ അറിവ് ഉപയോഗിച്ച് ചൂഷണം ചെയ്യുവാനുള്ള ഉപാധിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ
ഗുരു ഈ ഇലാമാപ്പഴം അന്ധവിശ്വാസത്തിന്റെ അകത്തുള്ള തത്വശാസ്ത്രത്തിന്റെ ഗുരുവിനെ അടിച്ചു പൊട്ടിച്ചിട്ട് ഇതാ കുടിക്ക് നിന്റെ അന്ധത പോകുമെന്ന് പറഞ്ഞ കവിയാണ് വേലാർ. നിന്റെ അന്ധത പോകും. എന്താണ് ഈ പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം? ഈ പ്രപഞ്ചത്തിന്റെ അല്ല, ദൈവത്തിന്റെ അല്ല. പാട്ടിനകത്ത് ഋഷിമാര് തപസ് ചെയ്തത് ദൈവത്തെ പറ്റി ചിന്തിക്കാനല്ല, ഈ പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കാനാണ്. പരിണാമത്തെ, പ്രപഞ്ചത്തിന്റെ മാറ്റത്തെ കുറിച്ച് ചിന്തിക്കാനാണ്. പരിണാമോദ്ഭിന്ന സർഗം, വ്യത്യസ്തമായ സൃഷ്ടികളെ പറ്റി ചിന്തിക്കാനാണ്. അതിന്റെ സാരം എന്താണ്, അതിന്റെ സത്യം അറിയാനാണ് നമ്മളിപ്പോ ചന്ദ്രനിലേക്ക് മൂന്നാമത്തെ ടീമിനെ അയച്ചത്, മൂന്നാമത്തെ വാഹനത്തെ അയച്ചത്, ചന്ദ്രയാൻ 3 അയച്ചത്. അവിടെ എന്തെങ്കിലും പുതിയ സത്യങ്ങളുണ്ടോ എന്നറിയാനാണ്. അതിന്റെ സത്യം, സാരം എന്തെന്ന് തേടി അലഞ്ഞ അവരുടെ ചൈതന്യമാണ് എന്റെ ദർശനം എന്ന് ധൈര്യത്തിൽ പ്രഖ്യാപിച്ചു. വാളല്ലൻ സമരായുധം എന്ന് കേട്ടപ്പോ ഉടൻ തന്നെ കുറെ ആളുകൾ വയലാറിനെ കല്ലെറിഞ്ഞു, വിപ്ലവത്തെ ഉപേക്ഷിച്ചു. അങ്ങനെ കുറെ ആളുകൾ ഈ വിപ്ലവ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ മുമ്പിൽ പോയിട്ട് ആടെ ഒന്നുകൊടുത്താൽ മതി, കണ്ടോ അയാളുടെ അമ്പലത്തിലേക്ക് തിരിച്ചു പോകും. ഈ ദൈവത്തെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കുന്നവർ അവരെ എങ്ങനെയെങ്കിലും വലിച്ചിട്ട് ഇപ്പത്തിടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് നോക്കി നടക്കുകയാണ് എല്ലാവരും. അപ്പൊ വാളല്ലൻ സമരായുധം പറയുമ്പോഴേക്ക് അതാ വയലാർ വിപ്ലവം ഉപേക്ഷിച്ചു. എന്താണ്? ചാതുർവർണ്ണ്യ നിഷേധമാണ് വയലാറിന്റെ വരികളിൽ ഉണ്ടായത്. ഞാൻ വാളുപേക്ഷിച്ച് വീണ വാങ്ങിയത് ആളുകളെ പാട്ടുപാടി ഉറക്കാനല്ല, മാനവ മനോരാജ്യങ്ങളിൽ ചെന്നിട്ട് വീണ നീട്ടിയിട്ട് താളം ലയം ശ്രുതികൾക്കല്ലാതൊന്നിനും ഓളക്കൂത്തുകൾ തീർക്കാൻ കഴിയില്ല മമ പ്രേമതീർത്ഥങ്ങളിൽ. വാളെടുത്ത് യുദ്ധം ചെയ്യുന്നവൻ വർമ്മയാണ്, വർമ്മ. വയലാർ രാമവർമ്മയാണ്. ചാതുർവർണ്ണ്യ പ്രകാരം ഇത് പറയുന്ന സനാതന ധർമ്മമുണ്ടല്ലോ, ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യമാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സനാതന ധർമ്മം എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥ സനാതന ധർമ്മത്തെ എടുത്തിട്ട് ഇപ്പോൾ ഈ രാജ്യത്ത് സനാതന ധർമ്മത്തിന്റെ പേരിൽ വർഗീയതയും വിദ്വേഷവും വളർത്തുന്ന ശക്തികളെ നേരിടാൻ കഴിയണം. അതാണ് അദ്വൈതം. ആ അദ്വൈതത്തിനെയാണ് പൂണൂലണിയിച്ചത്. വയലാർ പാടി പാട്ട് കേട്ടില്ലേ? അദ്വൈതത്തിനെ പൂണൂലണിയിക്കും ആര്യമതങ്ങൾ കേൾക്കെ, അവരുടെ 1000 ദൈവങ്ങൾ കേൾക്കെ എന്നാ അവരെ കേൾക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്നൊരു തിരുക്കുറൽ പാടിയ ഗുരുദേവ. അതാണ് അദ്വൈതത്തെ പൂണൂലണിയിച്ചത്. മനസ്സിലാക്കണം. അപ്പോ വയലാറ് ഈ പഴയ മൂല്യങ്ങളെ എടുത്തിട്ട് അതിനെ കൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളെ നേരിടാൻ ഒരുപാട് തത്വശാസ്ത്രങ്ങൾ കൊണ്ടുവന്നു. ചാതുർവർണ്ണ്യത്തിൽ പൂജ നടത്തലാണ് ബ്രാഹ്മണന്റെ ജോലി. ആ പൂജ നടത്തുന്ന ബ്രാഹ്മണൻ, യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയൻ, വാളെടുത്ത് യുദ്ധം ചെയ്യുന്ന ക്ഷത്രിയൻ, പിന്നെ കച്ചവടം നടത്തുന്ന വൈശ്യൻ, പണിയെടുക്കുന്ന ശൂദ്രൻ. വയലാറിന്റെ ജോലി എന്താ? ചാതുർവർണ്ണ്യ പ്രകാരം യുദ്ധം ചെയ്യലല്ലേ? എന്നാൽ എന്റെ പണി യുദ്ധം ചെയ്യലല്ല, വാളെടുത്ത് യുദ്ധം ചെയ്യലല്ല. ചാതുർവർണ്ണ്യത്തിന്റെ നിഷേധമാണത്. ചാതുർവർണ്ണ്യത്തിന്റെ നിഷേധമാണ്. മാനവ മനോരാജ്യങ്ങളിൽ താളം രാഗലയശ്രുതികൾക്കൂടി പാട്ടുപാടാനാണ് ഞാൻ വന്നത്. ഇപ്പോ കവികൾ കവിത എഴുതിയാൽ, ഒരാളൊരു തമാശ പറഞ്ഞാൽ അവിടെയെല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള തമാശയാണോ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള കവിതയാണോ എന്ന് പറഞ്ഞിട്ട് വാളും പിടിച്ചു നോക്കുന്നവര് മനസ്സിലാക്കേണ്ടത് മനുഷ്യരോടെല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലല്ല പറയേണ്ടത്. അവന് മനസ്സിലാകുന്ന ഭാഷയിൽ പാട്ടാണെങ്കിൽ പാട്ട്, തമാശയാണെങ്കിൽ തമാശ, കവിതയാണെങ്കിൽ കവിത, കഥയാണെങ്കിൽ കഥ എന്ന മട്ടിൽ സ്വതന്ത്രമായ കലാലോകത്തിന്റെ വികാസം ഉണ്ടാക്കിയിട്ട് കാലത്തിന്റെ കണ്ണാടിയായിട്ട് സാഹിത്യകാരനെ സൃഷ്ടിച്ചിട്ട് ജനഹൃദയങ്ങളിൽ അവന് വിശ്വാസം ആർജിച്ചതിന് ശേഷം
അവരെ കൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് ജനതയെ കൊണ്ടുവരാനല്ലാതെ എല്ലാം പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ടെന്ന് നോക്കി നടന്നാൽ ആർക്കും ഒന്നും പറയാനാവില്ല. മർമ്മം പഠിച്ചാൽ പശുവിനെ തല്ലാൻ പോയത്, മർമ്മം പഠിച്ചാൽ പശുവിനെ തല്ലാൻ പോയാൽ അങ്ങനെ പറയാൻ പാടുണ്ടോ, ഇങ്ങനെ പറയാൻ പാടുണ്ടോ, ആ വാക്കിൽ ഇങ്ങനെയില്ലേ, ഇങ്ങനെയില്ലേ. പുരുഷാരയുടെ കൂടിയ ഒരു പുരുഷാരം എന്ന വാക്ക് ഒരാൾ ഒരു പ്രസംഗത്തിൽ ഉപയോഗിച്ചു, ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷാരം. അപ്പോ ഒരാൾ വന്ന് ചോദ്യം ചെയ്യുക, നിങ്ങൾ പുരുഷ മേധാവിത്വത്തിലാണല്ലേ, എന്തുകൊണ്ട് സ്ത്രീയാരം എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അതിന് ചോദ്യം ചെയ്യാം. പുരുഷ സത്യമാണ്, ആ വാക്കുകൾ ഭാഷയിലൊക്കെ പുരുഷ മേധാവിത്വമുണ്ട് പണ്ടേ. അത് പറഞ്ഞു വരുമ്പോ മനുഷ്യൻ എന്ന വാക്ക് തന്നെ പുരുഷ മേധാവിത്വമാണ്. അൻ എന്നത് പുല്ലിംഗ പ്രത്യയമാണ്. അപ്പൊ മാനുഷി എന്ന വാക്കോ മറ്റൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ എല്ലാം നോക്കി നോക്കി പറയാൻ തുടങ്ങിയാൽ പിന്നെ എന്താ പറയാൻ പറ്റുക, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. ഇങ്ങനെ നൂല് പിടിച്ച് തർക്കിച്ചിട്ട് വയലാറിന്റെ വിപ്ലവം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വാളോക്കിയ ആളുകൾക്ക് മറുപടിയായിട്ട് കൃത്യമായി വയലാറ് അതിന് മറുപടി കൊടുത്തു. ഞാൻ എന്റെ വാൽമീകത്തിൽ ഇത്തിരി നേരം ധ്യാനിച്ചു പോയി ഇരുന്നത് മൗനമായി മാറാനല്ല, കൂടുതൽ ശക്തിയാർജിച്ച് ഈ മാനവ മനോരാജ്യങ്ങളിൽ ഇറങ്ങിയിട്ട് അവരുടെ അടിത്തറ മാറ്റാനാണ്. മേൽക്കൂര മാറ്റിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു രംഗത്തിറങ്ങിയാണ്. വിപ്ലവഗാനം വേണോ, വിപ്ലവഗാനം. കവിതകൾ വേണോ, കവിത. ആ കവിതയിൽ ഹനുമാന്റെയും ഭീമന്റെയും കഥകൾ നമ്മൾ കേട്ട സംഭവമാണല്ലോ കല്യാണ സൗഗന്ധികം. ആ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ഒരു കവിത വയലാർ എഴുതിയിട്ടുണ്ട്. ഭീമൻ പർവ്വതങ്ങൾക്ക് കിടിച്ചും പാർവതങ്ങൾക്ക് തല്ലിപ്പൊടിച്ചും മുന്നോട്ട് പോകുന്ന ഭീമൻ വഴിയിൽ കിടക്കുന്ന പൊഴിഞ്ഞു ലോകവും കൊണ്ട് പൊഴിഞ്ഞു ഭൂമിയിൽ വീണ് കിഴിഞ്ഞു നീ നേരിന ആ വാലിന് ഭംഗം ഭവിക്കുമെന്നതുകൊണ്ട് ആ ഹനുമാന്റെ വാലിനെ മാറ്റാൻ മടിച്ചു നിൽക്കുന്ന ഭീമൻ, അവസാനം വാല് മാറ്റാൻ ശ്രമിച്ചിട്ട് തകർന്നു പോകുന്ന ഭീമനോട് ഹനുമാൻ പറയുകയാണ്, ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിന്റെ അറിവുകളെ മുഴുവൻ സ്വാംശീകരിച്ച് നൂറ്റാണ്ടുകളുടെ ചരിത്രം എഴുതിയ ഹൃദയങ്ങൾ. കൂടെ സ്വാഗതഗാനത്തിൽ പാടിയില്ലേ, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. ആ നൂറ്റാണ്ടുകളുടെ ചരിത്രങ്ങളെ മുഴുവൻ സ്വാംശീകരിച്ച് പഴയതിലെ നന്മയെയും പുതിയതിലെ നന്മയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പഴയതിലെ നന്മയെയും പുതിയതിലെ നന്മയെയും. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? പഴയതിൽ മുഴുവൻ മോശ. ചന്നമൊഴിയുടെ ഒരു വരിയുണ്ടല്ലോ, ജടയുടെ സംസ്കാരം പനയോല കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തി ചിതലുമുറ്റി ചികയുന്നോ ചിരി വരും ചിലതിരിയുമുണ്ടെന്നോ ചിതയിലേക്ക് അവയെടുത്തെറിയൂ വേഗം. പഴയതെല്ലാം മോശം, പുതിയത് മാത്രം ശരി. മറ്റു ചില ആളുകൾ പുതിയതെല്ലാം മോശം, പഴയത് മാത്രം ശരി. സംസ്കാരം എന്ന് പറയുന്നത് പഴയതിലെ നന്മയെയും പുതിയതിലെ നന്മയെയും കണക്ട് ചെയ്ത് കൊടുക്കലാണ് സംസ്കാരം. അത് ചെയ്യാൻ ആളില്ലാതിരിക്കുമ്പോ പഴയതിലെ തിന്മയും പുതിയതിലെ തിന്മയും കണക്ട് ആവും. അതാണ് പഴയതിലെ രാമക്ഷേത്രവും പുതിയതിലെ അദാനിയുടെ കോർപ്പറേറ്റ് മൂലധനവും കണക്ട് ആയിട്ടാണ് ഇപ്പൊ ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുന്നത്. മനസ്സിലായി? രാമക്ഷേത്രം, ഹനുമാക്ഷേത്രം, വിഗ്രഹങ്ങൾ അതെല്ലാമാണ്. ആ വിഗ്രഹങ്ങൾ ദൈവമോ ശാന്തതയുടെ ഭാവമായിരിക്കുന്ന ദൈവം മാറിയിട്ട് കലിപ്പൻ ദൈവങ്ങളാണ്. കത്തിജ്വലിച്ചു നിൽക്കുന്ന ക്രൂരതയുടെ പ്രതീകമായിരിക്കുന്ന ദൈവങ്ങൾ. ശാന്ത സ്വഭാവത്തിലുള്ള അശോക സ്തംഭത്തിലെ സിംഹങ്ങളെ പോലും ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിന്റെ മേലെ കടിച്ചു കീറാൻ പോകുന്ന ഉഗ്രസ്വര സ്വഭാവത്തിലുള്ള ക്രൂരസിംഹങ്ങളാക്കി മാറ്റിയത് നിങ്ങൾ കണ്ടോ? അത് അറിയാതെ ശില്പിക്ക് പറ്റിയ അബദ്ധമല്ല, അതൊരു കാലഘട്ടത്തിന്റെ പ്രതീകമാണ്. മനുഷ്യന്റെ ആത്മപ്രഭാവമാണ് സിംഹപ്രഭാവം. ആ സിംഹപ്രഭാവത്തോട് പരസ്പരം അഭിമുഖമായി പൊരുതാനല്ല, നാല് ദിക്കുകളിലെ നോർത്തിലും ഈസ്റ്റിലും വെസ്റ്റിലും സൗത്തിലും, ന്യൂസിന്റെ ഫുട്ബോൾ നമ്മൾ പറയാറില്ല, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്, ആ നാല് ദിക്കുകളിലേക്ക് നമ്മുടെ യുവാക്കളുടെ ചോദനയെ പടച്ചു വിടുന്നതാണല്ലോ. ഒരു ബിന്ദുവിൽ നിന്ന് നാല് ദിക്കിലേക്ക് തരഞ്ഞാൽ കിട്ടുന്ന ചിഹ്നമാണ് പ്ലസ്. പ്ലസ് അതാ കുട്ടികൾ എ പ്ലസ് ആവുന്നത്. നാല് ദിക്കുകളിലേക്ക് പോകണം. അതാദ്യം എ പ്ലസ് നമ്മളെ കാണിച്ചു തന്നത് അശോകസ്തംഭത്തില. നാല് ദിക്കുകളിലേക്ക് നിങ്ങൾ സിംഹപ്രതാപവുമായി സഞ്ചരിക്കുക എന്നാണ് ഓരോ അശോകസ്തംഭവും നമ്മളോട് പറയുന്നത്.
അവിടെയാണിപ്പോ എന്താക്കിയത്? ബൗദ്ധനായിരിക്കുന്ന സിംഹത്തെ ഹൈന്ദവനാക്കാൻ വേണ്ടിയിട്ട് പൂജാതി കർമ്മങ്ങൾ ഹൈന്ദവ പൂജ നടത്തിയിട്ട് പ്രതിഷ്ഠിച്ചു. നിങ്ങൾ ആലോചിച്ചു എന്തൊരു തോന്നിയവാസം! ഹൈന്ദവ പൂജ നടത്തിയിട്ട് പാർലമെന്റിന്റെ മേലെ ബൗദ്ധ ബിംബത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, ക്രൂരസിംഹത്തെ. ഇതാണ് പഴയതിലെ തിന്മയും പുതിയതിലെ തിന്മയും കണക്ട് ചെയ്യുമ്പോൾ അവിടെയാണ് വയലാറിന്റെ തത്വശാസ്ത്രത്തിന്റെ, വയലാറിന്റെ ശൈലിയുടെ, വയലാറിന്റെ കവിതകളുടെ, വയലാറിന്റെ പാട്ടുകളുടെ പ്രസക്തിയതാണ്. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തത്വശാസ്ത്രങ്ങൾ അവതരിപ്പിച്ചത്. വളരെ സിമ്പിളായിട്ട്. ഇന്നാണ് ആ പാട്ട് ആധുനിക കവികളായി എഴുതിയെങ്കിൽ, മാധവാട്ടനത് എഴുതിയെങ്കിൽ പിറ്റേ ദിവസം മാധവാട്ടന്റെ ഫേസ്ബുക്കിൽ തെറി വരും. എന്ത്? മനുഷ്യൻ ആണ് മതങ്ങളെയും ദൈവങ്ങളെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിച്ചു എന്നും പറയുന്ന തർക്കമാണല്ലോ യഥാർത്ഥത്തിൽ ആസ്തികതയും നാസ്തികതയും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത്. മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കിയോ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയോ എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, എന്നിട്ട് മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണു പങ്കുവച്ചു. ഇത് പാലസ്തീൻ, ഇത് ഇസ്രായേൽ, ഇത് ഗാസ. മനസ്സു പങ്കുവച്ചു. നീ മുസ്ലിം, ഞാൻ യഹൂദൻ. മനസ്സു പങ്കുവച്ചു. എന്നിട്ടോ ആശ്രമവനങ്ങൾ ഗാസയിൽ 500 കുട്ടികളാണ് പടഞ്ഞു മരിച്ചത്. ആ കുട്ടിക്കറിയില്ല, ഗാസയിലെ ഒരു കുട്ടിക്കും അറിയില്ല ആരാണ് യഹോവ, ആരാണ് അല്ലാഹു. അറിയില്ല. അല്ലാഹുവും യഹോവയും തമ്മിലുള്ള വ്യത്യാസം ഒരു കുട്ടിക്കും അറിയില്ല. ആരാണ് നെത്യാഹു എന്നറിയില്ല, ആരാണ് ലഷ്കറെ തോയ്ബ എന്ന കുട്ടിക്കറിയില്ല. ആ കുട്ടി സർഗാത്മകതയുടെ പ്രതീകമായി പുഞ്ചിരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ നേരെ ബോംബ് വീഴുന്നു. അവൻ പരിക്കേറ്റ് കിടക്കുമ്പോൾ അവനെ മോനെ എന്ന് പറഞ്ഞ് വാരിയെടുക്കണ്ട, അവന്റെ ഉമ്മയും ഉപ്പയും അവിടുന്ന് വിളിച്ചിട്ട് അനങ്ങുന്നില്ല. എന്നേ അനങ്ങാത്തത്? ഏത് ദൈവമാണ് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്? ഏത് ദൈവമാണ്? ഗാസയിലേക്ക് മിസൈൽ വിട്ട ആ നെത്യാഹുവിന്റെ ഇസ്രായേലികളെല്ലാം യഹോവയുടെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാ ബോംബ് വിടുന്നത്. അപ്പുറത്തേക്ക് ഗാനമേള ടീമിനെ മുഴുവൻ വെടിവെച്ച് കൊല്ലുന്ന ഈ ഗാസയിലെ ആളുകൾ 5 നേരം നിസ്കരിച്ചിട്ടാ അങ്ങോട്ടേക്ക് മിസൈൽ വിടുന്നത്. അവരെല്ലാം ദൈവത്തിന്റെ ആളാണ് പോലും. ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ ഞങ്ങൾ ദൈവമെന്ന് വിളിക്കാൻ മനസ്സില്ല. ആളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു ദൈവത്തെ ദൈവമെന്ന് ഏത് അല്ലാഹു ആയാലും, ഏത് യഹോവയായാലും, ഏത് കർത്താവായാലും, ഏത് ബ്രഹ്മാവായാലും അതിന് ദൈവമെന്ന് വിളിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞ വാക്കാണ് വയലാറമ്മയുടെ 1000 ആശ്രമവനങ്ങൾ ആയുധപ്പുരകളായി മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു. ചെകുത്താൻ ചിരിക്കുക, മതങ്ങൾ ചിരിക്കുക. അവർക്ക് ചിരി ഇതെല്ലാം കാണുന്നതാണ്. ഇത്ര മരിച്ചല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടത് മതങ്ങളുടെയും ദൈവങ്ങളുടെയും പേരിലുള്ള യുദ്ധങ്ങളിലാണ്. എന്തിനാണ് ഈ മതങ്ങൾ ഉണ്ടായത്? മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയാണെങ്കിൽ ആയിരുന്നുവെങ്കിൽ മനുഷ്യനെ പരിഗണിക്കാത്ത, മനുഷ്യന്റെ സ്നേഹത്തെ പരിഗണിക്കാത്ത, അവിടെയാണ് നോവുന്ന ആത്മാവിനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും ഞാൻ സ്നേഹിക്കുകയില്ലെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. സ്നേഹിക്കയില്ല ഞാൻ, നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെ. ഇതാണ് വയലാറിന്റെ ഫിലോസഫി. നിങ്ങളോട് നേരിട്ട് പോയിട്ട് ശ്ലോകം ചൊല്ലിയാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കാവ്യമാക്കാൻ വാൽമീകി തയ്യാറായത്, കാവ്യമാക്കാൻ വ്യാസൻ തയ്യാറായി. കാരണം മനുഷ്യന്റെ ഹൃദയം ആർദ്രമാക്കിയാൽ മാത്രമേ പാഷണൽ കോഷ്യന്റ് ഇല്ലാത്ത ഒരാൾക്കും സ്പിരിച്വൽ കോഷ്യന്റ് ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. പാഷണൽ കോഷ്യന്റ് ഇല്ലാത്ത ഒരാൾക്ക് സ്പിരിച്വൽ കോഷ്യന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നാ മനഃശാസ്ത്രം പറയുന്നത്. ഈ പാഷണൽ കോഷ്യന്റ് ഒരു പൂവിനെ കാണുമ്പോൾ, ഒരു കുഞ്ഞിന്റെ പുഞ്ചിരി കാണുമ്പോൾ, ഒരു പ്രഭാതത്തെ കാണുമ്പോൾ,
അതിനോട് ഇഷ്ടം തോന്നാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ദൈവത്തെ മാത്രം ഇഷ്ടപ്പെടാൻ പറ്റുക? ദൈവത്തിന്റെ ചിഹ്നങ്ങളായിരിക്കുന്ന പ്രകൃതിയെയും മനുഷ്യനെയും ആ കൂട്ടത്തിൽ ഒരാളായിട്ട് മാത്രം ദൈവത്തെ കാണാൻ കാലത്തിന്റെ പ്രതിരൂപങ്ങളായ ഈ മൂന്നിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്നു. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും മൂന്നിനും ഈക്വൽ സ്ഥാനം കൊടുക്കണം. അല്ലാതെ മനുഷ്യനെ കൊന്നിട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുക, മനുഷ്യനെ അമ്പലത്തിന്റെ പുറത്തു നിർത്തിയിട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിന്റെ അർത്ഥം, മനുഷ്യനെ സമൂഹത്തിന്റെ പുറമ്പോക്കുകളിലേക്ക് തള്ളിയിട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതിന് എന്തർത്ഥം? അതിന് മൂന്നിനെയും കാണണം, പ്രകൃതിയെയും കാണണം, പ്രകൃതിയെയും സ്നേഹിക്കണം. അത്തരത്തിൽ ഇതിനെ സ്നേഹിക്കണമെങ്കിൽ ആർദ്രതയുണ്ടാവണം. ആർദ്രതയുണ്ടാവണമെങ്കിൽ കാവ്യം വേണം. കാവ്യത്തിന്റെ പ്രത്യേകത, കാവ്യം മനസ്സുകൊണ്ട് സൗന്ദര്യം ആസ്വദിക്കുന്നത് മാത്രമല്ല, കാവ്യം ശ്രാവ്യം കൂടിയാണ്. കാവ്യം ശ്രാവ്യം കൂടിയാണ്. കർണത്തിലൂടെ ആനന്ദകരമായിട്ട് ശബ്ദം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം വാക്കുകളുടെ അർത്ഥം നിശ്ചയിക്കുന്നത് ആ വാക്കിന്റെ ഡിക്ഷണറി അല്ല, വാക്കുകൾ ഉച്ചരിക്കുന്ന ശബ്ദവും അത് ഉപയോഗിക്കുന്ന സന്ദർഭവുമാണ്. വാക്കുകൾ ഉച്ചരിക്കുന്ന ശബ്ദവും അത് ഉപയോഗിക്കുന്ന സന്ദർഭവുമാണ് വാക്കിന്റെ അർത്ഥം നിശ്ചയിക്കുന്നത്. ഇപ്പോ ധ്യാനം എന്ന വാക്ക് രാഘവ മഹർഷി ഉപയോഗിക്കുമ്പോ ധ്യാനം ഫീൽ ചെയ്യും. ധ്യാനം നമുക്ക് ഫീൽ ചെയ്യും. സ്വർഗവും നരകവും കാലമാം കടലിൽ അക്കരയോ അക്കരെ ഫീൽ ചെയ്യും. ആ ശബ്ദത്തിൽ, അതാണ് പാട്ടിൽ കവിതയെ ചാലിച്ച് കേൾക്കാൻ അദ്ദേഹം പുറപ്പെട്ടു. ജനകീയമായിക്കൊണ്ട് സിനിമ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ തന്റെ ആർദ്രതയെ, തന്റെ സൗന്ദര്യബോധത്തെ പാട്ടുകളിലൂടെ മനുഷ്യ മനസ്സുകളിൽ എത്താൻ കവിതയിൽ നഷ്ടപ്പെട്ടതെല്ലാം എം.വി. കൃഷ്ണവാര്യർ പറഞ്ഞതുപോലെ കവിതയിൽ നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹം പാട്ടിൽ ചാലിച്ചു ചേർത്തു. ഒറ്റ ഉദാഹരണം പറയാം. ഈ കവിതയുടെ മൂല്യവും അതിൽ സംഗീതം ചേർക്കുമ്പോൾ നമുക്കുള്ള ആസ്വാദ്യത. കുമാരസംഭവം എന്ന് പറയുന്ന കാവ്യത്തിൽ കാളിദാസൻ പാർവതിയെ വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. സ്ഥിതാക്ഷണം ഭക്ഷണസുതാടിതാധര എന്നൊരു ശ്ലോകമുണ്ട്. പാർവതിയെ കുറിച്ചൊന്നും പറയാതെ പാർവതിയുടെ ശരീരത്തിലൂടെ വാർന്നു വീഴുന്ന ഒരു മഴത്തുള്ളിയെ കുറിച്ച് മാത്രം പറയുകയാണ് കാളിദാസൻ. അത് വള്ളത്തോട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ക്ഷണമിമകളിൽ നിന്നടർന്നു തല്ലി ചുണ്ടിൽ കുളിർമുലമേലത വീണുടൻ തകർന്നു വലികളിലിടറി നാഭിച്ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു എന്ന് വള്ളത്തോട് അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതേ സാധനം ഒരു പാട്ടിൽ വയലാറിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് എത്ര ആസ്വാദ്യമാകുന്നു നോക്കുക. മഴത്തുള്ളി പാർവതിയുടെ നിന്നോന്നതമായിരിക്കുന്ന ശരീരത്തിലൂടെ ഒഴുകി വരുന്ന ഭാഗം കൺപീലികളിൽ തങ്ങി ചുണ്ടിലെ കമല കൂമ്പുകൾ നുള്ളി മാറിൽ വീണ് തകർന്നു ചിതറി മൃദുരോമങ്ങളിടറി പൊക്കിൽ കുഴിയിൽ തടാകമായൊരു പവിഴമഴത്തുള്ളി എന്ന് പറയുമ്പോ അത് യേശുദാസിന്റെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കുമ്പോ നമുക്ക് ആസ്വാദ്യമാകും. എങ്ങനെ കാവ്യം ശ്രാവ്യമാകുന്നത്. അതാണ് ആ മെസ്മറിസമാണ് വയലാർ കേരളത്തിലെ സമൂഹത്തിന്റെ മേലെ ഉപയോഗിച്ചത്. അദ്ദേഹം വലിയ തത്വശാസ്ത്രങ്ങൾ, നല്ല സൗന്ദര്യം, നല്ല രതി ഭാവങ്ങൾ, നല്ല പ്രണയങ്ങൾ, നല്ല തമാശകൾ, അല്ലെ, നല്ല പ്രകൃതി വർണ്ണനകൾ, നല്ല ശാസ്ത്രതത്വങ്ങൾ. ചന്ദ്രൻ നമ്മുടെ ഭാര്യ വെക്കുന്നതിലെ ഒരാളല്ലേ, സാന്നിധ്യ ക്ഷേത്രാണി മുമ്പാട് ത്രേണിൽ എണ്ണയും ചിന്തയിൽ ഭാര്യ വെക്കുന്നതിൽ ഒരാളാണ് ചന്ദ്രദശയുണ്ടല്ലോ. ആ ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ രാജാവാണല്ലോ എന്നല്ലേ പണ്ടത്തെ സങ്കല്പം. അവിടെ ഭൂമിക്ക് ചുറ്റും ചുറ്റുന്ന ഒരു ഉപഗ്രഹം മാത്രമാണെന്ന് നീൽ ആംസ്ട്രോങ്ങും ആൽഡ്രിനും പോയി ഇറങ്ങിയപ്പോ മനസ്സിലായല്ലോ.
അപ്പോ വയലാർ എഴുതിയല്ലോ, തങ്കേത്താഴികുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല. പാടിയല്ലോ. അവിടെ ഏകാന്ത ശൂന്യത മാത്രമേ ഉള്ളൂ എന്ന് പാടിയല്ലോ. എന്നിട്ടും ഇപ്പോഴും നമ്മൾ ചന്ദ്രനെ എടുത്ത് ഒഴിവാക്കിയില്ല. ഇതിനകത്തുനിന്ന് ചന്ദ്രനെ എടുത്ത് ഒഴിവാക്കിയില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഉണ്ടാവുന്നത് രാഹു വിഴുങ്ങിയിട്ടാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ നാട്ടിൽ? ഇപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിൽ ആ രാഹുവിനെ പറ്റി ഗവേഷണം നടത്താൻ ARF സ്കോളർഷിപ്പ് കൊടുത്തു. നിങ്ങൾ ആരും ഒരു അപേക്ഷ കൊടുത്താൽ മതി. രാഹു എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു ഗവേഷണം. ചില ചന്ദ്രന്റെ മറവ് കൊണ്ട്, ചന്ദ്രന്റെ നിഴലിൽ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണം. ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിയുന്നതാണ് ചന്ദ്രഗ്രഹണം അറിയാത്ത ആരുമുണ്ട് ഇവിടെ? അത് വിശ്വസിക്കാത്ത ആരുമുണ്ടോ? എന്നിട്ട് ഇപ്പോൾ രാഹുകാലം നോക്കുന്ന പൊട്ടന്മാരല്ല നമ്മുടെ നാട്ടിൽ മഹാഭൂരിപക്ഷവും. കല്യാണത്തിന് ഗുളികക്കാലുണ്ട്. ഗുളികക്കാലുള്ള തന്നെയാണ്. രാവിലെ 1, ഉച്ചയ്ക്ക് 2, രാത്രി 3 നേരത്തെ ഗുളിക കഴിക്കുന്ന കാലം രാഹുകാലം. ഇപ്പോഴും രാഹുകാലം നോക്കാൻ വേണ്ടിയിട്ട് പോവാവരുടെ പൈസയും കൊണ്ട് അല്ലേ? ആ രാഹു എന്ന് പറഞ്ഞൊരു സാധനം ഈ പ്രപഞ്ചത്തിൽ ഏടെയെങ്കിലും രാഹു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ വെല്ലുവിളിക്കുക. തളിപ്പറമ്പിൽ കുറെ ജ്യോതിഷികളുണ്ടല്ലോ, പയ്യന്നൂരുണ്ടല്ലോ, ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക, രാഹു എന്ന് പറഞ്ഞൊരു സാധനം ഈ പ്രപഞ്ചത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്റെ പേരിലുള്ള വീടും പറമ്പും 20 സെന്റ് സ്ഥലവും അവരെ പേരിൽ കംപ്ലീറ്റ് ഇഷ്ടകരനായി കൊടുക്കും. ഞാൻ സത്യം ചെയ്യാം. രാഹു എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇങ്ങനത്തെ കുറെ സാധനം കൊണ്ടിരുന്നു. ഭൂമിയിൽ 800 കോടി മനുഷ്യരുണ്ട്. അതിൽ ആകെ ഇന്ത്യയിൽ 100 കോടി ഹിന്ദുക്കളായിരുന്നു. 100 കോടി ഹിന്ദുക്കൾ. ആ ഹിന്ദുക്കളിൽ കേരളത്തില് 1.5 കോടി ഹിന്ദുക്കളായിരുന്നു. ആ 1.5 കോടി ഹിന്ദുക്കളിൽ 38 ലക്ഷം യുവാക്കളുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ നോക്കിക്കാണുന്ന ചൊവ്വയുണ്ടല്ലോ, ഇതെല്ലാം വിട്ടിട്ട് കേരളത്തിലെ 38 ലക്ഷം യുവാക്കളെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട് മാത്രം ജനിച്ചാന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല. ചൊവ്വാദോഷം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അനുഭവിക്കുന്നു. ഇന്നും കൂടി അനുഭവിച്ചിട്ടുണ്ട് ചൊവ്വാദോഷം. കണ്ണൂരെത്താൻ വലിയ പ്രയാസപ്പെട്ടു. താഴെ ചൊവ്വതിന് മേലെ ചൊവ്വയിൽ ഭയങ്കര ബ്ലോക്ക് ചെയ്തു. അതാണ് ചൊവ്വാദോഷം. അതാണ് വേറൊരു ചൊവ്വാദോഷം. ഇപ്പോഴും നമ്മൾ അന്ധവിശ്വാസങ്ങളുടെ അടിമകളായി നിൽക്കുമ്പോ ഈ ദൈവത്തിന്റെ പേര് പറഞ്ഞാൽ, ഹനുമാന്റെ പ്രതിമ കാണിച്ചാൽ നിന്റെ പൈസ മുഴുവൻ ഭാര്യ കൊണ്ടുപോയിട്ട് വിജയ മല്യക്കും അതുപോലെ നീരവ് മോദിക്കും വിദേശത്ത് കട്ടുകൊണ്ടുപോയാലും നീ ഒന്നും പേടിക്കണ്ട. നിനക്ക് ഞങ്ങളിതാ ഹനുമാൻ പ്രതിമ ഉണ്ടാക്കി തരുന്നോ, രാമക്ഷേത്രം ഉണ്ടാക്കുന്നോ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ കൈമുട്ടി വോട്ട് ചെയ്യാൻ വായുന്ന വിഡ്ഢികൾ ഈ രാജ്യത്തുണ്ടാകുന്നത് കാര്യം മനസ്സിലായോ? സത്യം അന്വേഷിക്കുന്ന അതാണ്. ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി? സത്യം അന്വേഷിക്കുക. സത്യം മയക്കുമരും നിന്റെ ചിറകിൽ, സ്വർഗത്ത് പറക്കൂമി നാട്ടിൽ ഇല്ലാത്ത, സ്വർഗത്തു പറക്കൂമി നാട്ടിൽ സ്വർഗമില്ല. കട്ടൻ റൈറ്റായി പറഞ്ഞു അല്ലേ? ഞാൻ സ്വർഗമില്ലാത്ത ഒരു പ്രസംഗത്ത് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഭീഷണി എത്രയാണല്ലോ. നീ വാ, സ്വർഗത്തിൽ നേരിട്ട് പോയിട്ട് തിരിച്ചു വന്ന പ്രവാചകന്മാരുടെ കഥകൾ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. വീഡിയോ ഉള്ളതെന്ന് പറഞ്ഞിട്ട് എനിക്ക് എത്ര ഫോണാവെന്നറിയോ? സ്വർഗമില്ല ഞാനൊരു പ്രസംഗത്ത് പറഞ്ഞ സ്വർഗമില്ല. ഈ വിഷപാത്രവും കൊണ്ട് മനുഷ്യൻ നിൽക്കുകയാണ്. സോക്രട്ടീസുമാർ ധ്യാനിച്ചിരിക്കുമീ സ്വർണ്ണ സോപാനത്തിനരികിൽ മനുഷ്യ, ഹേ മനുഷ്യ, വലിച്ചെറിയൂ നിന്റെ വിഷപാത്രം. വയലാറ് 48 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പോഴും ആവർത്തിച്ചു പാടാൻ സമയമായി. വലിച്ചെറിയൂ നമ്മുടെ വിഷപാത്രം. ആ വിഷപാത്രം ഇന്ത്യയെ തകർക്കും. ഇന്ത്യയെ തകർത്തത് ഈ മോക്ഷ സങ്കല്പമാണ്. മോക്ഷം കിട്ടാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ ദൈവവിശ്വാസമുണ്ട്. പക്ഷേ അവർ ജീവിതത്തിന് വേണ്ടി ചിന്തിച്ചു. അവർ മൈക്ക് കണ്ടുപിടിച്ചു, അവർ വാച്ച് കണ്ടുപിടിച്ചു, അവർ മൊബൈൽ കണ്ടുപിടിച്ചു, അവർ ലൈറ്റ് കണ്ടുപിടിച്ചു. അവര് വളർന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. യൂണിവേഴ്സിറ്റി ഉണ്ട്, കോളേജ് ഉണ്ട് ഇന്ത്യയിൽ, നളന്ദയുണ്ട്, തക്ഷശിലയുണ്ട്. അതിഭയങ്കരന്മാരായ അധ്വാനശീലരും ബുദ്ധിമാന്മാരുണ്ട് ഇന്ത്യയിൽ. എന്നിട്ടും ഇന്ത്യ പട്ടിണി റാങ്കിങ്ങിൽ ഇപ്പൊ 119ാമത്തെ. 9 കൊല്ലം മുമ്പ് അത് 88ാമത്തെ സ്ഥാനമായിരുന്നു. ഇപ്പൊ 119ാമായിട്ട് വളർന്നു. ഗംഭീര വളർച്ചയാണ്.
നമ്മുടെ മേഖലയിൽ പല ആഫ്രിക്കയിലെ സോമാലിയ പോലുള്ള രാജ്യങ്ങളാണ്. എന്തുകൊണ്ട് അമേരിക്ക വളരുന്നു, നമ്മൾ തളർന്നുപോയത് എന്താ? അവര് എക്സ്ട്രോവർട്ടായിട്ട് ചിന്തിച്ച് സത്യത്തെ അന്വേഷിച്ച് ചിന്തയെ. അതുകൊണ്ടാണ് വയലാർ ആ ഗായത്രി മന്ത്രത്തെ എടുത്തിട്ട് പറഞ്ഞത്, ധിയോയോന പ്രചോദയാ, ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും ചാരിയേ ചാരിയേ സിന്ധു ഗംഗാ നദീ തീരം വളർത്തിയ ഗന്ധർവഗായികേ പാടുക നീ പുരുഷാന്തരത്തിലെ ഭാവോജ്വലങ്ങളാ സൂര്യഗായത്രികൾ ഉത്തിഷ്ഠത. തലയും കുമ്പിട്ട് ദൈവത്തിന് മുമ്പിൽ കമന്നടിച്ച് കിടന്നിട്ട് ലോകത്തെ നോക്കിക്കാണാത്ത മനുഷ്യനോട് വിവേകാനന്ദൻ വന്നിട്ട് ഉത്തിഷ്ഠത, നിന്നെ ചൂഷണം ചെയ്യുന്ന ശക്തികൾക്കെതിരെ ജാഗ്രത, ബോധമാർജിക്കുവാനുള്ള പ്രാപ്തി നേടൂ, പ്രാപ്യവരാൻ നിബോധിത എന്ന് പാട്ടുപാടി പോയ ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. ആ വിവേകാനന്ദന്റെ തുടർച്ചയായിരുന്നു കേരളത്തിലെ ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ സാധാരണ മനുഷ്യർക്ക് സിമ്പിളായിട്ട് എത്തിക്കുന്നതിൽ അദ്ദേഹം നന്നായിട്ട് പരിശ്രമിച്ചു. അതാണ് വയലാർ. ആ കൂട്ടത്തിൽ മനുഷ്യന് തത്വശാസ്ത്രം മാത്രം പോരാ, പ്രണയം വേണം, അവന് രതി വേണം. വെൺചന്ദ്രലേഖയുരസ്വരസ്ത്രീ വിപ്രലംബ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സരസ്ത്രീ എന്ന പാട്ട്. കാറ്റത്ത് കസവുത്തരിയ മുലഞ്ഞും കളിയരഞ്ഞാണമഴിഞ്ഞും കയ്യിലെ സോമരസ കുമ്പിൽ തുളുമ്പിയും അവൾ വരുമ്പോൾ ഞാനും എൻ മധുവിധുദേവതയും ആനന്ദമനുകരിക്കും. മോഹങ്ങൾ ആശ്ലേഷ മധുരങ്ങളാകും. നമ്മളിപ്പോ ഇവിടെ ഒരു നോവല് നമ്മുടെ ആ നോവലിന്റെ പേര് വിവാദമായ തെറിയെന്ന് പറഞ്ഞിട്ട് ആ നോവലിസ്റ്റിന്റെ പേര് മീശ. ആ മീശ എന്ന നോവലിൽ നാട്ടിൽ ഒരുപാട് ആൾക്ക് തെറി പറയാം. പക്ഷെ നോവലിൽ ഒരു കഥാപാത്രം തെറി പറഞ്ഞാൽ അതിനെ കത്തിക്കാൻ പറ്റില്ല. ചില രതിയും പ്രണയവും എല്ലാം ഉള്ളതാണ് നമ്മുടെ ജീവിതം. ആ ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരം നടത്താൻ അനുവദിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ സാഹിത്യം പോയാൽ, ഞാൻ പറഞ്ഞില്ലേ മർമ്മം പഠിച്ചോൾ പശുവിനെ തല്ലാൻ പോയ പോലെ, എനിക്ക് സാഹിത്യം എഴുതുമ്പോ ഓരോന്ന് എഴുതുമ്പോ ഇത് ആ മതത്തിനെതിരാണ്, ഈ മതത്തിനെതിരാണ്, അവരുടെ വികാരങ്ങൾക്ക് മതവികാരം എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ട് പോലും. ഞാൻ അമ്മ മരിച്ച വികാരം കേട്ടിട്ടുണ്ട്, അച്ഛൻ മരിച്ച വികാരം കേട്ടിട്ടുണ്ട്, വിശന്തതിന്റെ വികാരം കേട്ടിട്ടുണ്ട്, സങ്കടം കേട്ടിട്ടുണ്ട്, പല വികാരങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ മതവികാരം എന്ന് പറഞ്ഞൊരു വികാരം എന്താന്ന് എനിക്ക് ഇന്നും പിടികിട്ടിയില്ല. അത് വ്രണപ്പെടും പോലും. ഇത്ര വേഗം വ്രണപ്പെടുന്ന ഒരു വികാരം എഴുതുന്ന ഇത് ഉണ്ടാക്കിയത് ഒന്നും വേണ്ടിക്കൂടാ, സ്വതന്ത്രമായ കാവ്യരചന നടത്തിക്കൂടാ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇതെല്ലാം തുറന്നു പറയാൻ ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ വിടരുന്നതിന്റെ ഗാഥകൾ പാടാൻ, ജീവിതങ്ങൾ തുടരൂരിയെറിയുന്നത് പാടി നടക്കാൻ, വിപ്ലവ പോരാട്ടങ്ങൾക്ക് കരുത്താർജിച്ചുകൊണ്ട് വിപ്ലവ ഗാനങ്ങൾ എഴുതാൻ. ആ കൂട്ടത്തിൽ ഭക്തി എന്ന് പറയുന്നത് കേവലം ജീവിക്കൽ മാത്രമാണ്. ഇപ്പൊ അതല്ലേ ഭക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ സൗന്ദര്യത്തെയോ അതിന്റെ നന്മയൊന്നും വേണ്ട, വരയും കൊണ്ട എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനകളാണ് ഇപ്പൊ അടുത്ത കാലത്ത് വേണ്ടിയിട്ടുണ്ടല്ലോ. ശ്രീകൃഷ്ണന്റെ പേരിൽ ചാർത്തി കിട്ടിയ പട്ടയം കിട്ടിയതാണ് വൃന്ദാവൻ. ആ വൃന്ദാവനത്തിൽ നിന്ന് അവരേക്കറ എനിക്കതാണ് പറഞ്ഞു ഒരു പ്രാർത്ഥന നടത്തുവാണ്. എത്ര തരതാണ് പ്രാർത്ഥനയാണ് നിങ്ങൾ നോക്കൂ. കേട്ടിട്ടുണ്ടോ? മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരന്ത വരന്ത വൃന്ദാവനന്ത വരന്ത. വരം തരണം, എന്താ വരം? എന്റെ വൃന്ദാവൻ എന്റെ പേരിൽ രക്ഷാക്കി തരണം എന്നാണ് വൃന്ദാവനം. ഇങ്ങനെ ദൈവത്തിന്റെ അടുത്ത് വരം പിടിച്ചു വാങ്ങാൻ വേണ്ടി ഓടുന്ന പരക്കം പായുന്ന ഭക്തന്മാര് കൂടി വരിക. അവിടെയാണ് തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി.
വാടി വീഴും പൂവുകളെ തിരുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിൽ വാണരും സ്വാമി. അയ്യപ്പ സ്വാമി, അയ്യപ്പ സ്വാമി. നിങ്ങൾ എത്രയെത്ര ഭക്തന്മാരുണ്ടായി, അതിലും നല്ലൊരു ഭക്തിഗാനം ഇതുവരെ അയ്യപ്പന്റെ മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. അവിടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നെഞ്ചിലെ വെളിച്ചത്തിൻ കവിതെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിട്ട്, ഈ നെഞ്ചിലൊരു വെളിച്ചോണ്ട് അതാണ് നെറ്റിയിലിടുന്നതെന്ന് എത്ര സിമ്പിൾ ആയിട്ടാ പറഞ്ഞ എന്ന് പറഞ്ഞാൽ, നെറ്റിയിൽ ഭസ്മവും ചന്ദനവും പൂശുന്നത് ഇതിൻ്റെ ഉള്ളിൽ വെളിച്ചോണ്ടെന്ന് അറിയിക്കാനാണ്, നെഞ്ചത്ത് പൂശുന്നത് വികാരങ്ങളിൽ വെളിച്ചോണ്ടെന്ന് അറിയിക്കാനാണ്, കൈകളിൽ പൂശുന്നത് കർമ്മങ്ങളിൽ വെളിച്ചോണ്ടെന്ന് അറിയിക്കാനാണ്, കണ്ടത്തിൽ പൂശുന്നത് വാക്കുകളിൽ വെളിച്ചോണ്ടെന്ന് അറിയിക്കാനാണ്. ഇതിനാ ഭസ്മം പൂശുന്നത്. എന്നാൽ മേലാസകല ഭസ്മം പൂശിയിട്ട് പുലീനെ പോലെ ഇറങ്ങും, എന്നിട്ട് മനസ്സിൽ മുഴുവൻ ദുഷ്ടതയും കൊണ്ട് നടന്നാൽ ഉപ്പ് നിറച്ച ഭരണിക്ക് തേനിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച ഉപ്പ് വരില്ല എന്നാണ് വേലാറ്. ഉപ്പ് നിറച്ച ഭരണിയിൽ തേനിന്ന് സ്റ്റിക്കർ ഒട്ടിച്ചാൽ നെഞ്ചിലെ വെളിച്ചത്തിന്റെ കതിരെടുത്തിട്ട് പ്രസാദത്തിൽ ചാലിച്ചിട്ട് നെറ്റിയിൽ തൊടണം എന്നാണ്. അതാണ് പറഞ്ഞത്. ശബരിമല ക്ഷേത്രം ബുദ്ധക്ഷേത്രമാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പക്ഷേ ഇന്നത് എവിടെയും പ്രസംഗിച്ചാൽ ഉറപ്പാകാൻ കുഴപ്പമാണ്. അവിടെ വളരെ മനോഹരമായിട്ട് വിഷ്ണുവും നീ, ശിവനും നീ, ശ്രീ മുരുകനും നീ, പരാശക്തിയും നീ, ബുദ്ധനും നീ, അയ്യപ്പ സ്വാമി അത് പുറത്തിക്കൊടുത്തു. അതിന്റെ പുറത്തില്ല, കണ്ടില്ലേ? ആർക്കും ആക്ഷേപമില്ലല്ലോ. അതാ വിജയം, അതാ വിജയം, അതാ വയലാറിന്റെ ഒരു മെസ്മറിസം. അത്തരത്തിൽ 1, 2, 10 അല്ല എഴുതിയത്. പാട്ട് എഴുതാന്ന് പറഞ്ഞാല് ഈ കവിതയെഴുത്തും പാട്ടെഴുത്തും നിങ്ങളറിയണം. കവിതയെഴുത്തിന് പേപ്പർ വാങ്ങാൻ പൈസയും പേരയിൽ മഷിയും ഉണ്ടെങ്കിൽ എത്രയും നേരെ കവിത എഴുതാം, എത്ര നീളത്തിൽ എഴുതാം. ഇന്ന സ്ഥലത്ത് നിർത്തണമെന്ന് ആരും പറയില്ല. പക്ഷെ പാട്ടെഴുത്തിന് പ്രശ്നവും അതിനൊരു ഘടനയും, അത് സിനിമേന്റെ സന്ദർഭത്തോട് ചേരണം, അല്ലേ? ചേരണം, പ്രകൃതിയും എല്ലാം ചേരണം. കാണാ കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കണം. ഒരിക്കൽ പോലും കൂട്ടി പോവാത്ത മനുഷ്യനാണിത്. എന്നിട്ടാണ് പണിതീരാത്ത വീട്ടിൽ പോയിട്ട് ആലുവ പാലസിന്റെ പടിപ്പരയിൽ ഇരുന്നിട്ട് മൂക്കിയ സ്വപ്നം കണ്ടിട്ട് ദൊടവട്ട പീക്ക് പോയി. ദൊടവട്ട പീക്കിൽ മനസ്സുകൊണ്ട് പോയിട്ട്, ദൊടവട്ട പീക്കിന്റെ പ്രത്യേകത അതിന്റെ താഴെയാണ് മേഘങ്ങൾ ഉണ്ടാകുക. കുന്നിന്റെ താഴെയാ മേഘങ്ങൾ. മേഘങ്ങളുടെ പണാട് കാണും. പണാട് എന്ന് പറഞ്ഞാൽ അറിയാവോ? പണാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തിന് പണാട് പറയും. അടിച്ചിട്ട് പണാട് കാച്ചി കണ്ടിട്ട് പറയില്ല. ഈ ഭാഗത്തിന് പണാട് പറയും. മേഘങ്ങളുടെ പണാട് കാണാം. ഇത് എനിക്ക് കിട്ടിയത് എന്റെ അപ്പൂപ്പനോട് ചതുരംഗം കഴിക്കാൻ പറ്റുന്ന ഒരു കണ്ണമേശിനുണ്ട്. ഓരോ ദിവസം വീട്ടിൽ വന്നിട്ട് എന്നെ പണാടുകത്ത് പറഞ്ഞ് ചിരിയോട് ചെയ്യും. എന്താ കണ്ണൻ നീ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നാ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് മരിക്കുന്നതിനിടയ്ക്ക് ഇതുവരെ കാണുമെന്ന് വിചാരിക്കാത്ത സാധനം അത് കണ്ടു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് മുടി മുറിക്കുന്ന ആള് പറഞ്ഞു ഇനി വീട്ടിൽ വരില്ല, ബാർബർ ഷാപ്പിൽ വന്നാലേ മുടി മുറിക്കും. കുറേ ദിവസം കാത്തിട്ട് വരാനിപ്പോ അവസാനം കണ്ണൻ മേസ്ത്രി ബാർബർ ഷാപ്പ് പോയിട്ട് കസേരയിൽ ഇരുന്നപ്പോ മുന്നിലും ബെഞ്ചിലും കണ്ണാടി വെച്ചപ്പോ മുന്നിലെ കണ്ണാടിയിൽ പിൻഭാഗം പണാട് കണ്ട്. ആ പണാട് കണ്ട സന്തോഷത്തിലാച്ചിരിക്കുന്നത് മനസ്സിലായോ? അതുപോലെ മേഘങ്ങളുടെ പണാട് മേൽഭാഗം കാണാം. അവിടെ സൂര്യകിരണങ്ങൾ ഉദിച്ചു വരുമ്പോ ഈ മേഘങ്ങളുടെ ഒരു ഭാഗത്ത് തട്ടിയിട്ട് അത് ജ്വലിക്കും. ആ ജ്വാലാമുഖികളായ മേഘങ്ങളെ നീലഗിരി കുന്നിന്റെ സഖികളായി സങ്കല്പിച്ചുകൊണ്ട് നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ എന്ന പാട്ട്. ഉഷസ്സിൽ സ്വർണ്ണച്ചാമരം വീശുന്ന മേഘങ്ങളെ സുപ്രഭാതം. ആ പാട്ടിൽ ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന് പറയുന്ന കവിതയിൽ ഒരു വരിയുണ്ട്. വന്ദനം സനാതനാനുക്രമ വികാസ പ്രപഞ്ചമേ. പ്രപഞ്ചത്തിന്റെ ശാസ്ത്രീയമായ അടിത്തറ സനാതനം. എല്ലാ കാലത്തും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സൂര്യൻ വളർന്നുകൊണ്ടിരിക്കുക. കോടാനുകോടി കൊല്ലം കഴിഞ്ഞാൽ സൗരയൂഥം മുഴുവൻ സൂര്യന്റെ അകത്തേക്ക് പോകും, എല്ലാം പോകും. അത് സത്യമാണ്, എല്ലാവരും അംഗീകരിച്ച സത്യമാണ്. എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്രസത്യത്തെയാണ് ആ പാട്ടില് പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ. എത്ര സിമ്പിൾ ആയിട്ടാണ് അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ശാസ്ത്രതത്വങ്ങൾ, ഒരുപാട് സൗന്ദര്യബോധങ്ങൾ, പ്രകൃതി വർണ്ണകൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങളായിരിക്കുന്ന പുഴകൾ, നദികൾ, പൂവനങ്ങളെ അവതരിപ്പിക്കുന്ന പാട്ടുകൾ.
ഇന്ദ്രവല്ലരി പൂച്ചൂടി വരുന്ന സുന്ദര ഹേമന്ത രാത്രികൾ അല്ലെ, 1000 പാദസരങ്ങളിൽ തിരുക്കിയൊഴുകുന്ന ആലുവ പുഴയും പുഴ. തമാശ വേണോ തമാശ? മലയാള സിനിമയിൽ ഏറ്റവും നല്ല തമാശ പാട്ട് ഏതെന്ന് ചോദിച്ചാൽ മരുന്നോ നല്ല മരുന്ന്, അരമരുന്ന്, പൊടിമരുന്ന്, വാറ്റുമരുന്ന്, നീറ്റുമരുന്ന്. അതിന് ഒരു ചെറുപ്പക്കാരൻ വൈദ്യരേ വൈദ്യരേ വയ്യുമ്പം വയറ്റിനകത്തോരുണ്ട് കയറ്റം മരുന്ന് തരാം. എന്താ? അടുത്ത വീട്ടിലെ ചെറുപ്പക്കാരന്റെ കടക്കണ്ണിലെ പൂവ്, അകത്തു നിന്നും മുളച്ചു വന്ന സ്വപ്നത്തിന്റെ വേര് സമം ചേർത്ത് അരക്കടഞ്ച് അരിച്ചിട്ട് കഴിച്ചാൽ നിന്റെ തൊട്ടിനൊടുക്ക് പറക്കുന്ന ഒരു പാട്ടും കേട്ടോ. പുതിയ തലമുറയിൽ ഒരു കുട്ടിയും കേൾക്കാത്ത പാട്ടാണ്. ഈ പ്രേമത്തിന്റെ അസ്ഥിത ബാധിച്ചിട്ട് അടങ്ങാറാകുന്ന പിള്ളേർക്ക് അത് നല്ലതാട്ടോ. ഈ പാട്ട് നല്ല പ്രേമം നന്നായിട്ട് പോട്ടെ, അസ്ഥിത ബാധിച്ച പ്രേമം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പാട്ടിന് പാട്ട്, തത്വശാസ്ത്രത്തിന് തത്വശാസ്ത്രം, വിപ്ലവത്തിന് വിപ്ലവം, പ്രണയത്തിന് പ്രണയം, രതിക്ക് രതി, രാഷ്ട്രസങ്കല്പത്തിന് രാഷ്ട്രസങ്കല്പം. ഭാരതം എന്നാൽ നടുവിൽ. ഭാരതം ഇപ്പൊ വിവാദമായ വാക്കാ. ഭാരതത്തിന് നമുക്ക് അലർജിയൊന്നുമില്ല, പക്ഷെ ഭാരതമൊന്നെ പറയാമെന്ന് പറയുന്നത് അലർജി. ഇന്ത്യയും ഭാരതവും രണ്ടും പറയാം. എന്നാ ഇന്ത്യ എന്ന് പറയാൻ പാടില്ല, ഭാരതം എന്ന് പറയുന്നു. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യക്ക് വേണ്ടി പറയുമ്പോ ഇപ്പൊ ഒരു പ്രചരണമുണ്ട്, ഇവരെല്ലാം ഭാരതത്തിനെതിരാണ്. ഭാരതത്തിനെതിരില്ല. ഭാരതം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. പക്ഷേ ഭാരതം എന്നും ഇന്ത്യ എന്നും രണ്ടും പറയും, അല്ലേ? രണ്ടും പറയും. നമ്മുടെ നാട്ടിലൊരു പുളിയുടെ പറഞ്ഞ് കുഞ്ഞിക്കണ്ണാണ് ഒരു വീട് പൊളിച്ചു മാറ്റിയെടുത്തു, സോപാനൊന്ന് പേര്. ആരും സോപാനൊന്നും വിളിക്കുന്നില്ല, പുളിയുടെ പറഞ്ഞ കുഞ്ഞിക്കണ്ണനെ പറഞ്ഞു. അപ്പൊ അടിയാതെ പുളി മുറിച്ചാൽ എന്നാലെങ്കിലും സോപാനം പറയും. പുളി മുറിച്ചാലും പിന്നെ എല്ലാവരും പറയുന്നത് പുളിമുറിച്ച പറമ്പിലെ കുഞ്ഞിക്കണ്ണൻ. പുളിമുറിച്ചതിന്റെ കുറ്റി കണ്ടിട്ടാണല്ലോ ഇതിങ്ങനെ പുളിമുറിച്ചതിന്റെ ഓർമ്മ വരുന്നത് ആലോചിച്ചിട്ട് അവസാനം JCB കൊണ്ടുവന്നിട്ട് കുറ്റി വെടിപ്പിച്ച് എന്നാലെങ്കിലും സോപാനം എന്ന് പറയാം. അപ്പൊ പറഞ്ഞു പിന്നെന്താ കുറ്റി വെച്ച പറമ്പിലെ കുഞ്ഞിക്കണ്ണനായി. മനുഷ്യന്മാർക്ക് കാലത്തിന്റെ മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഓരോ വാക്കുകൾ ഒരു കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ്. അത് ബോധപൂർവം ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പഴയതെല്ലാം എടുത്ത് അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ ഹിന്ദു മതം ഉണ്ടാവോ? ഹിന്ദു മതം എന്ന് പറഞ്ഞ ആരാ വിളിച്ച? ഹിന്ദു മതം എന്ന് വിളിച്ചതാരാ? പേർഷ്യക്കാരല്ലേ? അപ്പൊ പേർഷ്യക്കാർ ഭരിച്ച മതം ഹിന്ദുവിന്റെ പേര് മാറ്റിക്കൊണ്ടു. നിങ്ങൾ മാറ്റുമോ? എന്തല്ല ഈ ഭാരത എവിടെയാ? പുരാ ഭരതോ നാമ കച്ചിത് ഭൂപതി ചിരം രാജ്യം പരിപാലയത്തും തസ്മാത് ഭാരതം ഇനി നാമധേയം ലഭ്യതേ. നമ്മുടെ സംസ്കൃത ടീച്ചർ സാഹിത്യ ടീച്ചർ പഠിപ്പിച്ചത് ഭരതൻ എന്ന് പറയുന്ന രാജാവ് ഏറെ കാലം ഭരിച്ചിരുന്നു. അങ്ങനെ ആ ഭാരതം ഉണ്ടായിരുന്നു. ഭരതം ഭരിച്ചെവിടെയാ? ഭരതം ഭരിച്ചത് എവിടെയാ? ആ തെലുങ്കാനയിലോ ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ കേരളത്തിലോ ഭരതം ഭരിച്ചോ? ആരാ ഭരതൻ? ദുഷ്യന്തന്റെ മകൻ, ശകുന്തളയുടെ മകൻ, സർവധമനന്റെ മറ്റൊരു പേരാ ഭരതൻ. ആ ഭരതൻ ഹസ്തിനപുരം ആസ്ഥാനമാക്കി ഭരിച്ച രാജ്യം ഇന്ത്യാതലത്തിനപ്പുറത്താ. അപ്പൊ ഭാരതം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പുറത്തേക്കും, ഇന്ത്യ എന്ന് പറഞ്ഞാലേ നമ്മളെല്ലാം ഇതിനുള്ളിലാവും. കാരണം ഇന്ത്യ ഉണ്ടാവുമ്പോൾ നമ്മളുണ്ട്. ഭാരതമുള്ള കാലത്ത് നമ്മളില്ല. പണ്ടത്തെ പേരല്ലേ 7000 കൊല്ലം മുമ്പ് വിഷ്ണു പുരാണത്തിൽ ഇന്ന് പോലും ഭാരതം. ഈ ഐസക്ക് പറയാ 7000 കൊല്ലം മുമ്പ് ചില അക്ഷരമുണ്ട വരി. വിഷ്ണു പുരാണം എഴുതാൻ അക്ഷരമുണ്ട വരി. അക്ഷരമുണ്ടായില്ലെന്ന് അന്നേരാണ് വിഷ്ണു പുരാണം എഴുതുന്നത്. 7000 കൊല്ലം മുമ്പ് വായിത്തോന്ന് അടിച്ചു പറയാം. എന്റെ തലയിൽ ചക്ക പോലത്തെ പേനുണ്ടെന്ന് പറഞ്ഞാല് അത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ചക്കയുടെ വലുപ്പമുള്ള പേനുണ്ടായിരിക്കും. ചക്ക കുരുവിന്റെ വലുപ്പമുള്ള ഒരു പേര് ഇതുവരെ ഈ ലോകത്ത്. അതുപോലെ പുരാണത്തിൽ പ്രകീർത്തിച്ച് പറയുന്നതല്ല സത്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു സങ്കല്പ ലോകത്ത് കൊണ്ടുവന്നിട്ട് വിഡ്ഢികളാക്കുന്ന ഒരു തത്വശാസ്ത്രവും അതിന്റെ ഭരണാധികാരികളും ഇന്ത്യ രാജ്യത്തെ വീണ്ടും ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ വയലാറിന്റെ കവിതകളിലെ വെളിച്ചത്തിനൊന്നൊരു വെളിച്ചമാണെന്നറിയുമോ? ബഷീറിന്റെ വാക്കുകളാണ് ഈ വെളിച്ചത്തിനൊന്നൊരു വെളിച്ചം. ആ വെളിച്ചത്തെ അന്വേഷിക്കണം. നമുക്ക് വയലാറിനെ എടുക്കണം. വയലാർ മാത്രമല്ല, ഇടശ്ശേരി എടുക്കണം, വൈലോപ്പള്ളി എടുക്കണം, കവിതകളെ ഉപയോഗിക്കണം, പാട്ടുകളെ ഉപയോഗിക്കണം. ആ പാട്ടുകളും കവിതകളും പാടി നാടകങ്ങളെ ഉപയോഗിക്കണം. പാടിയിട്ട് നമ്മുടെ മനുഷ്യന് സത്യം നേടി കാട്ടിക്കൊടുക്കാനുള്ള പരിശ്രമത്തിന് മുന്നോട്ട് പോകാൻ അതിലൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ് വയലാർ രാമവർമ്മ. അതുകൊണ്ടാണ് ചെഗുവേരയുടെ പേരിൽ
ലോകത്തെ വിപ്ലവകാരികളുടെ എല്ലാം മാതൃകാ പുരുഷനായിരിക്കുന്ന ഊർജ സ്രോതസ്സായിരിക്കുന്ന ചെഗുവേര എന്ന് പറയുന്ന വിപ്ലവകാരിയുടെ പേരിൽ മാന്തൻകുണ്ടിൽ പ്രവർത്തിക്കുന്ന ഈ ക്ലബ്ബ് വയലാറിന്റെ അനുസ്മരണം സംഘടിപ്പിക്കാനുള്ള തീരുമാനിച്ചതെന്ന് മനസ്സിലാക്കുന്നു. ആ വയലാറിനെ ഇനിയും നമുക്ക് വായിക്കാം, ഇനിയും മുന്നോട്ട് പോകാം, അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാം, കവിതകൾ ചൊല്ലാം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സാംസ്കാരിക സായാഹ്നം വയലാർ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ച അവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങിയ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങിയ എന്റെ പ്രിയ ഗുരുതുല്യനായിരിക്കുന്ന ശ്രീ മാധവൻ മുറച്ചേരി, സത്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു കവിയാണ് മാധവൻ മുറച്ചേരി. അല്ലാതെ ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം അക്കാദമി സ്ഥാനം എന്ന് പറയുന്ന ആളല്ല മാധവൻ മുറച്ചേരി. ആ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയുള്ള അദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടിയത് നന്നായി. അതുപോലെ ഒരു പുതിയ അന്വേഷണാത്മകതയിൽ ഒരു പുതിയ ബന്ധാവിലേക്ക് കടന്ന എന്റെ പ്രിയ സുഹൃത്ത് റിയാസിനും, അതുപോലെ ഒരു കൊച്ചു കലാകാരി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഇത്രയും മനോഹരമായി ജനഹൃദയങ്ങൾ പിടിച്ചു പറ്റിയ ശ്രീ കുമാരി റാനിയ റഫീഖിനും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ